കാല് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ കൂടെ പോകാതിരുന്നത്. എൻ്റെ വിഷം ഒന്ന് പോയി നോക്ക്. അമ്പലം കണ്ട ശാന്തയുടെ സ്വഭാവം അറിയില്ലേ? രാവിലത്തെ പൂജയ്ക്ക് പോയാൽ പറ്റുമെങ്കിൽ ദീപാരാധന കഴിഞ്ഞിട്ടേ വരൂ. വരട്ടെ. എന്നാൽ എനിക്ക് ഇരുന്നിട്ട് ഒരു സമാധാനവും ഇല്ല. വയ്യാത്ത കാലും വെച്ച് അമ്മ എങ്ങോട്ടായി പോകുന്നേ? ഇവിടെ ഇരിക്കൂ. ഞാൻ വഴിയിൽ വീഴത്തൊന്നുമില്ല. ഓ, നീ പേടിക്കാതെ. ഇന്നാൾ ഇവിടെ വന്ന കുട്ടി തന്നെ അല്ലേ? അതെ. എന്തൊരു മാറ്റം. എന്താ മോളെ, വീണ്ടും ഏതെങ്കിലും പുസ്തകത്തിൽ അവൻ്റെ ഒപ്പ് മേടിക്കാനുണ്ടോ? അതോ അവൻ്റെ തലതിരിഞ്ഞ സംസാരം കേട്ട് നിനക്കും വട്ടു പിടിച്ചോ? നിങ്ങളിരിക്കേ, ഞാനെന്താ വഴിയിലോട്ട് ഇറങ്ങുക. ശാന്തേ മോളും പുറത്തിറങ്ങിയ പിന്നെ അമ്മയ്ക്ക് സമാധാനം ഇല്ല. അഗ്നിപ്രവേശത്തിലെ ആ നല്ല അമ്മയെ പോലെ അല്ലേ സാർ? കുട്ടിയിരിക്കെ. ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുകയാണെന്ന് സാറിന് തോന്നരുത്. അന്ന് സാറ് പറഞ്ഞില്ലേ അഗ്നിപ്രവേശത്തിന് തുടർച്ചയായിട്ട് അശ്വമേധം എന്നൊരു കഥ കൂടി എഴുതുന്നുണ്ടെന്ന്. അക്ഷര മാഗസിനിൽ തന്നെയാണോ അത് പ്രസിദ്ധീകരിക്കുന്നത്? എന്നാ വരുന്നത്? അടുത്തിടയ്ക്ക് തന്നെ ഉണ്ടാവോ? മേശപ്പുറത്ത് ഏതെങ്കിലും പ്രസാധകൻ്റെ ചെക്ക് ലീഫ് കിടന്ന് മുറവിളി കൂട്ടുന്നതിനനുസരിച്ച് ഞാൻ എഴുതാറില്ല. എഴുത്തെൻ്റെ ജോലിയുമല്ല, പതിവ് ശീലമല്ല. അശ്വമേധം പൂർത്തിയാക്കണം. സർ, എൻ്റെ ഒരു ആകാംക്ഷ കൊണ്ടാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി താങ്കൾ നിർത്തുന്ന ന്യായവാദങ്ങൾ എന്തൊക്കെയാണെന്നറിയാൻ. ഒരു പെൺകുട്ടിയോട് അങ്ങനെ ക്രൂരമായി പെരുമാറിയ ഒരാൾക്ക് എത്ര ന്യായീകരണങ്ങൾ നിരത്തിയാലാണ് സ്വയം സംരക്ഷിക്കാനാവുക? എൻ്റെ കഥകൾ വായിക്കുന്ന ആരുമായും ഒരു ദൃഢബന്ധം എനിക്കില്ല. അങ്ങനെ ഒരു ശ്രമം ഉണ്ടോ മീരയുടെ ഭാഗത്തുനിന്ന്? അങ്ങനെ ഒരു താല്പര്യം ഇല്ല എന്ന് പറഞ്ഞുകൂടാ. ഞാൻ ഒരുപാട് വായിക്കാറുണ്ട്. ആരെയും ഇതുവരെ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. സാറാണെങ്കിൽ ഒരു മുതിർന്ന ഏട്ടനെ പോലെയോ അമ്മാവനെ പോലെയൊക്കെയാ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. സാറിന് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ? ഇല്ല. അയാൾക്കുള്ള ന്യായം എന്താന്ന് ചോദിച്ചാൽ, പാണ്ഡവപക്ഷത്തു നിന്നും കൗരവരെ നോക്കിയാൽ എല്ലാവരും അന്യായക്കാരാ. പക്ഷേ മഹാത്യാഗിയായ കർണൻ, മഹാരഥന്മാരായ ഭീഷ്മരും ദ്രോണരുമെല്ലാം കൗരവപക്ഷത്തു നിന്നാ യുദ്ധം ചെയ്തത്. അവരന്യായങ്ങളെ സംരക്ഷിക്കുന്നവരാണെന്ന് മഹാഭാരതത്തിന്റെ കർത്താവോ പിന്നീട് വന്ന വ്യാഖ്യാനങ്ങളോ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആളുകൾക്ക് വിശ്വസിക്കാൻ നിയോഗം എന്നൊന്നുണ്ട്. അത് ആ കഥയിൽ അയാൾക്കുമുണ്ട്. കോടീശ്വരനായ ഒരച്ഛൻ്റെ അമിത വാത്സല്യം. മകൻ്റെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അമ്മ മരിച്ചപ്പോൾ അയാൾക്ക് വേറൊരു വിവാഹം കഴിക്കാമായിരുന്നു. ചെയ്തില്ല. പണത്തിൻ്റെ കൂമ്പാരം അമ്മയ്ക്ക് പകരമാണെന്ന് ആ കുഞ്ഞിനെ പഠിപ്പിച്ചു. അവൻ തട്ടിയുടച്ചതിനും നശിപ്പിച്ചതിനും ഒന്നും വഴക്കു പറഞ്ഞില്ല. പകരം അതിനേക്കാൾ വില കൂടിയത് വാങ്ങിച്ചു. ശാസനകളും വിലക്കുകളും ഇല്ലാത്ത ലോകത്തിൽ നോട്ടുകെട്ടുകൾക്കിടയിൽ ഒരു കുട്ടി. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. എല്ലാം അവന് വാങ്ങാൻ പറ്റുന്നതാണെന്ന് അവൻ ചിന്തിക്കില്ലേ? സത്യം, ന്യായം, അതൊക്കെ തന്നെ സംഭവിച്ചു. സ്വന്തം ജീവിതത്തിനെ കളിപ്പന്തിനു തുല്യം കാണുന്ന ഒരാൾ മറ്റൊരാളുടെ ജീവിതത്തിന് എന്ത് പരിഗണന കൊടുക്കും? വഴിവിട്ടവനെന്ന് ഒറ്റ വാക്കിൽ നിസ്സാരമായി എഴുതാം, മറക്കാം. തെറ്റായി ഒരാളെ ന്യായീകരിക്കുന്നത് മറ്റുള്ളവർക്ക് എങ്ങനെ ഒരു പാഠമാകും സർ? അങ്ങേപ്പോലൊരു എഴുത്തുകാരൻ നന്മയുടെ അധ്യാപകൻ കൂടി ആവേണ്ടതല്ലേ? മഹാകവി കുമാരനാശാൻ മോശം അധ്യാപകനായിരുന്നോ സമൂഹത്തിന്? ഒരു വേശ്യയെക്കുറിച്ച് അദ്ദേഹം എഴുതി. എന്നെന്നും നിലനിൽക്കുന്ന ഒരു മഹാകാവ്യം ഇല്ലേ? കരുണ വായിച്ചവര് മുഴുവൻ കുമാരനാശാൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചില്ല. പകരം ആ കൃതിയുടെ സൗന്ദര്യത്തിനകത്തുനിന്ന് തെറ്റിനെക്കുറിച്ച് സംസാരിച്ചു, സംവാദങ്ങൾ നടത്തി. അവരിൽ ചിലർ വാസവദത്തയ്ക്ക് വേണ്ടി 2 തുള്ളി കണ്ണുനീർ മാറ്റിവെച്ചിട്ടുണ്ടാകാം. വേദന, സങ്കടം, അതൊക്കെ ഒരു മനുഷ്യജീവി എന്ന നിലയിൽ അയാളും അനുഭവിച്ചിട്ടുണ്ട്. ഒരാളുടെ മനസ്സിന് പുറത്തുനിന്നേ അയാളെ കല്ലെറിയാൻ പറ്റൂ. മനസ്സിനകം കണ്ടാൽ സാധിക്കില്ല.
എഴുത്തുകാരൻ സ്വയം ആനന്ദിക്കുന്നതും വിമർശിക്കപ്പെടുന്നതും അവിടെയാണ്. ഹാ, എത്തിയോ? എന്താ മോളെ? അച്ഛൻ ഇന്ന് എന്നെ ചെസ് പഠിപ്പിക്കാന്ന് പറഞ്ഞ ദിവസം മറന്നോ? സൂക്ഷിച്ച്. ഇല്ല മോളെ. കുട്ടി വന്നിട്ട് ഒരുപാട് നേരമായോ? ഇപ്പൊ വന്നതേ ഉള്ളൂ. വാ അച്ഛാ, നമുക്ക് കളിക്കാം. പാറു, ആ. അച്ഛൻ സംസാരിക്കല്ലേ മോളെ? ഞാൻ ഇറങ്ങാണ്. അയ്യോ, ഞാൻ ചായ എടുക്കാം. ഒന്നും വേണ്ട സർ, ഞാൻ ഇറങ്ങട്ടെ. ആ, വാ അച്ഛാ, എന്നെ ചെസ് പഠിപ്പിക്കുന്നില്ലേ? അവക്കെന്നെ പേടിയാ. ലോകത്ത് മറ്റും ആരെക്കാളും കൂടുതലായിട്ട് അതെനിക്ക് അറിയുകയും ചെയ്യാം. എന്നിട്ട് ഞാൻ അവളെ പേടിപ്പിക്കുന്നുണ്ടോ? നീ പറയുന്ന അവളുടെ മാറ്റം എന്താണെന്ന് ഞാൻ കൂടെ ഒന്ന് അറിയട്ടെ. എന്നിട്ട് നിസ്സാരമായിട്ട് ഞാൻ തന്നെ അവസാനിപ്പിച്ചു തരാം. പോരെ? ഞാൻ അയ്യോ, നിന്റെ അമ്മ പറഞ്ഞപ്പോ ഞാൻ കരുതി നീ കാണാൻ കൊള്ളാത്ത ഏതോ കോലത്തിലായെന്ന്. ഇത് ഐശ്വര്യമല്ലയോ? ഇതിനാണോ കാരണം നീ പരാതി പറഞ്ഞത്? മഹാലക്ഷ്മി അല്ലയോ ഇവള്? അതെ മോളെ, മോളെ സുന്ദരിയാ. അതെ, ഈ സൗന്ദര്യമൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നീ പഴയതുപോലെ നടക്കുന്നതായിരുന്നു നല്ലത്. അല്ലെങ്കിലേ കണ്ണു വീഴും. അമ്മായിക്ക് സുഖമാണോ? അമ്മായിയെ കൂടെ കൂട്ടായിരുന്നു. എന്തിന്? കാരണത്തിന് നമുക്ക് രാമാമൻ ചോദിക്കാനാ? വയസ്സുകാലത്ത് പിന്നെ അതൊക്കെയല്ലേ ഒരു സന്തോഷം. അത് മനസ്സിനെ പ്രായമാകുന്നവർക്ക്. ഇപ്പൊ നോക്ക്, നിന്റെ അമ്മ എന്നേക്കാൾ എത്ര വയസ്സിന് താഴെയാ. പക്ഷെ കണ്ടില്ലേ, മുത്തശ്ശിന്നോ മുതുമുത്തശ്ശിന്നോ വിളിക്കാം. ഞാനോ ഒരു ആനയോ പുലിയോ നേർക്ക് നേർ വന്നാലും കീഴ്പ്പെടുത്തും ഞാൻ. അതൊരു സുഖമാ. മുമ്പിൽ നിൽക്കുന്നവൻ കീഴ്പ്പെടാനുള്ളവനാണെന്നുള്ള തോന്നൽ. അതെ മോളെ, സത്യം പറ, എന്തു പറ്റി നിനക്കിങ്ങനെ മാറാൻ? വിശേഷിച്ചൊന്നുമില്ല. വേഷം മാറിയോണ്ട് എന്ത് പ്രയോജനം? കേട്ടുപോയ നിന്റെ മാനവും മനസ്സും ഒന്നും മാറില്ലല്ലോ. ഇപ്പം നിന്റെ രൂപവും നടപ്പും ഒക്കെ കണ്ട മോഹിക്കാനും ആലോചിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ നീ ഒന്നും മറന്നുപോരുത്, നിനക്കൊരു പുരുഷന്റെ കൂടെ ജീവിക്കാനുള്ള യോഗം പറഞ്ഞിട്ടില്ല. ഒരു നല്ല പെണ്ണിന് അങ്ങനല്ലേ ചിന്തിക്കാൻ പറ്റൂ. നിനക്ക് ഈ അമ്മാവനുണ്ട് എന്തിനും. അതെ, വേഗം പോയി ഇതൊക്കെ ഒന്ന് മാറ്റിട്ട് വാ, നമുക്ക് സംസാരിക്കാനുണ്ട്. സംസാരിക്കാനത്ര എന്റെ മാറ്റം ഞാൻ അറിയിച്ചു കൊടുക്കാം. എന്നെ നശിപ്പിച്ചവനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നായിരുന്നല്ലോ വെല്ലുവിളി. ഞാൻ കണ്ടുപിടിച്ചു. ഇനി കൊണ്ടുവന്ന് നിർത്തിത്തരാം മുന്നില്. മോളെ, മോളെ, വാതിൽ തുറന്നേ. എന്തൊരു ഡ്രസ് മാറല ഇത്.
തുറക്കും മോളെ, വാതിൽ തുറന്നേ. ആ, ഇത് ആ, ആ. ആ. ഹോ, കുറച്ച് ദിവസം യാത്രയായിരുന്നു. കാലിനെ വല്ലാത്തൊരു വേദന. മോള് തൈലൊന്ന് ഇട്ട് തന്നെ. ആ. എനിക്ക് പറ്റില്ല. ആ, ഓ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എനിക്കൊന്ന് വിശ്രമിക്കണം. ഓ, നിന്റെ ക്ഷീണമൊക്കെ ഞാൻ മാറ്റിത്തരാം. ഇങ്ങ് വന്നേ, ഇവിടെ ഇരുന്നേ. കൈവിട്. ഇതെന്തുവാ? കൈവിടാൻ. ശരിയാ, ഞാൻ എന്റെ വേദനക്കിടയിൽ നിന്റെ കാര്യം അങ്ങ് മറന്നുപോയി. ക്ഷീണം കാണും, നിനക്ക് ക്ഷീണം കാണും. ഞാൻ മറന്നുപോയി. മോളെ വിശ്രമിച്ചോ. കുറച്ച് കഴിഞ്ഞ് മതി. കാലിന് വേദന. അപ്പൊ ശരി. അവൾക്ക് മാറ്റമുണ്ടല്ലേ? എന്ത് മാറ്റം? അവക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കണ്ടേ? നിന്നെ പോലെ ഞാൻ എന്റെ അഭിപ്രായം ഒരാളിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാറില്ല. അവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ഇപ്പൊ പറയാവൂ. അപ്പോ അനുസരിക്കും, അല്ലാതെ എവിടെ പോവാനാ? മോനെ വിഷ്ണു, കമ്യ വാ. മോൻ പേടിച്ചോ? പേടിച്ചു. Sit down. How are your studies going? ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ അപ്പ? Okay. വിഷ്ണു, come here. മോർണിംഗ് വാ. എടാ, പപ്പ ഇനി നിന്നെ കുടിപ്പിക്കുമെന്ന് കരുതുന്നുകൊണ്ടായിരിക്കാം. ഐ എം റിയലി സോറി. മോനെ, അമ്മ മുറിയിൽ അടച്ചിട്ട് വളർത്തുന്നുകൊണ്ട് പപ്പ മോന്റെ ധൈര്യം ഒന്ന് ചെക്ക് ചെയ്തതല്ലേ? പപ്പയ്ക്ക് മോനെയും മോളെയും നിങ്ങളെല്ലാരും ഇഷ്ടമാണ്. ഓക്കെ, പപ്പ ഇങ്ങനെയൊന്നും ആവാൻ പാടില്ലായിരുന്നു. നിങ്ങളെ ഒരുപാട് കെയർ ചെയ്യണം, നിങ്ങളുടെ കൂടെ കളിക്കണം, തമാശ പറയണം. ഇതൊക്കെ പപ്പയ്ക്കറിയാം. പപ്പ, മോളെ, പപ്പ ഇങ്ങനെയൊക്കെ കുടിക്കാതെ ഇത്രയും നന്നായി സംസാരിച്ച്. പപ്പയ്ക്ക് ഇഷ്ടമുണ്ട് ഇങ്ങനെയൊക്കെ ആവാൻ. പപ്പയ്ക്ക് പപ്പയെ നിയന്ത്രിക്കാൻ പറ്റിയ. എടാ വിഷ്ണു, നീ എന്തിനാണ് ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നേ? അവിടെ ഇരിക്കെ. ഐ ലൈക്ക് യു പപ്പ. എന്നും ഇങ്ങനെ വേണം എന്റെ പപ്പ. ഓക്കെ, ലെസൺ ടൈം. ടേക്ക് യുവർ പെൻ. ഓക്കെ, മമ്മി, ഒരു സർപ്രൈസ് കാണണോ? എന്താ? ഒന്ന് വാ. എന്താ നിനക്ക്? അയ്യോ മമ്മി, ഇറ്റ്സ് റിയലി സർപ്രൈസ്. പപ്പയ്ക്ക് വല്ലാത്തൊരു ചേഞ്ച്. ആ, അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. അയ്യോ, ഇത് അങ്ങനെയല്ല. എത്ര നേരം എന്നോട് വിഷ്ണുവിനോട് സംസാരിക്കുന്നു. സാധാരണ പോലെ അല്ല. പപ്പ കുടിച്ചിട്ടുമില്ല. നീ ചെല്ല്. ഇതാ കുഴപ്പം. എന്ത് സംഭവിച്ചാലും മമ്മി ഈ മുറി വിട്ട് പുറത്തിറങ്ങില്ല. പിന്നെങ്ങനെ ഒരാൾ ചേഞ്ച് ആവുന്നത്? ഞാൻ എങ്ങനെ ഈ മുറിക്കകത്ത് ഒറ്റപ്പെട്ടു എന്ന് നിനക്കറിയില്ല. നിന്നെപ്പോലെ ഒരു ചെറിയ മാറ്റം കണ്ടപ്പോ പലപ്പോഴും എന്റെ മനസ്സും തുള്ളിച്ചാടിയിട്ടുണ്ട്. വെറുതെ. മമ്മി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നൊരു സമയം ഉണ്ടാവും. പപ്പയും പറയും മനസ്സിലാവാത്തത് കുറെ. എന്നും നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ആയിരിക്കോ? ഞാൻ എന്നും ഇങ്ങനെയായിരിക്കും. ബാക്കിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മമ്മിക്ക് സങ്കടമുണ്ട്.
നിങ്ങളുടെ കാര്യത്തിൽ. സാധാരണ കുട്ടികൾ കണ്ടുവളരുന്നൊന്നും അല്ലല്ലോ നിങ്ങൾ കാണുന്നത്. നിന്റെ പപ്പ ചിരിക്കുന്നത് പോലെ എനിക്ക് പേടിയാ. ഓരോ ചിരിക്ക് പിന്നിലും ഒരു ദുരന്തം ഞാൻ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. മമ്മി കരുതിക്കൂട്ടി ഇങ്ങനെ ആയതല്ല. ചെല്ല്, വല്ലപ്പോഴും ഒരിക്കൽ പപ്പയെന്ന് കിട്ടുന്ന സ്നേഹം നിങ്ങൾ കളയണ്ട. നിക്ക, ഈ നടത്തം സ്ഥിരമായി ഒഴിവാക്കിയതാണോ അതോ ഇനി എന്റെ കൂടെ നടക്കില്ല തീരുമാനിച്ചാണോ? അങ്ങനെയൊന്നുമില്ല, ഇനി നടക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നി. ഓ, എന്തുകൊണ്ട്? ആർ യു ഹെൽത്തി ഇനഫ്? ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നടക്കുന്നതെന്ന് ആര് പറഞ്ഞു? പിന്നെന്തിനാ? നടക്കുന്നവർക്കെല്ലാം അതിന്റെ ലക്ഷ്യം അറിയുമെന്ന് എനിക്കറിയില്ല. നീ സൈക്കോളജിക്കലായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നോട്. സൈക്കോളജിക്കലാണോന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി, അത് സത്യമാണ്. എനിക്കിന്ന് മടങ്ങണം. ഞാൻ നിന്നോട് ചിലത് സംസാരിക്കാനാ വന്നത്. കേൾക്കാം, പറഞ്ഞോളൂ. എന്തായാലും ഇവിടെ വെച്ച് വേണ്ട. അത്രയ്ക്ക് രഹസ്യമാണോ? രഹസ്യമൊന്നുമില്ല, പക്ഷേ നിന്റെ അമ്മ ഒരു സാധുവാ. വലിയ വാക്കുകളൊന്നും കേൾക്കാനുള്ളൊരു മനോബലം അവക്കില്ല. വലിയ വാക്കുകൾ? അപ്പൊ പറയാനുള്ള കാര്യങ്ങൾ നിസ്സാരമല്ലെന്നർത്ഥം. അല്ല, ഓഫീസിൽ കുറച്ച് വൈകി പോയാ മതി. നീയും നിന്റെ അമ്മയും ഈ ലോകത്തുണ്ടാവണോ വേണ്ടയോ എന്ന് പരസ്പരം ചോദിച്ചപ്പോ വേണം എന്ന് തറപ്പിച്ച് പറഞ്ഞത് ഞാനാ. നിന്നെ പഠിപ്പിച്ചു, ലോകത്തിനോട് പൊരുത്തപ്പെടാൻ ശീലിപ്പിച്ചു. ഒന്നിൻ്റെയും കൂലിയോ നന്ദിയോ ഒന്നും ഞാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. പക്ഷേ നേരായ വഴി, നേരായ സംസർഗം, അത് എൻ്റെ ഡ്യൂട്ടിയാ. മറന്നാൽ ഓർമ്മിപ്പിക്കാൻ. ആരോടാ ഇത്രമാത്രം സംസാരിക്കുന്നത്? ഇവിടെ പിന്നെ വെറുതെ നിൽക്കുന്ന എന്തിനാ? അമ്മാവനൊന്നും സംസാരിക്കുന്നില്ലല്ലോ. എനിക്കറിയാം, നിനക്ക് ഗണേശനോടോ അമ്മയോടോ കടുത്ത ദേഷ്യമുണ്ട്. അതിന്റെ കാരണം ആ സൂപ്രണ്ടുമായിട്ടുള്ള കല്യാണാലോചനയായിരിക്കും. അല്ലെങ്കിൽ തന്നെ എന്തൊരു ബോധമില്ലായ്മ അവര് കാണിച്ചത്. അയാളെ പോലെ ഒരാൾ നിനക്ക് ചേരുവോ? വിവാഹമേ വേണ്ടാന്ന് നീ പറയുന്നത് തന്നെ അതിൻ്റെ ഒരു ന്യായം. അതാ അവർക്ക് മനസ്സിലാവാത്തത്. നീയും വാശിക്കാരിയാ. അവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അയാളെ വീട്ടിലേക്ക് കൊണ്ടുവരിക, ഓഫീസിൽ വിട്ടാൽ കറങ്ങി നടക്കുക. എടി, നിന്റെ അമ്മ പേടിക്കില്ലേ? പേടിക്കട്ടെ, പേടിക്കട്ടെന്ന്. ശരി, അവരെ പേടിപ്പിക്കുക എന്നല്ലാതെ നിന്റെ ഈ കറങ്ങലിനും ചുറ്റലിനും വേറെ അർത്ഥമൊന്നും ഇല്ലല്ലോ. എനിക്ക് നന്നായിട്ടറിയാം നിന്നെ. അതുകൊണ്ടാ നിന്റെ അമ്മ കാര്യമായിട്ട് പറഞ്ഞിട്ടും ഞാൻ നിന്നെ ശാസിക്കാത്തത്. നിന്റെ മനസ്സൊന്ന് ശാന്തമാകാൻ ഒരു കാര്യം ചെയ്യാം. അടുത്ത മാസം ആദ്യം ഒരു യാത്ര പ്ലാൻ ചെയ്യാം. ഒരാഴ്ചയോ 2 ആഴ്ചയോ
മോക്ക് എവിടേക്കാ പോകണ്ടേന്ന് പപ്പ പറഞ്ഞാ മതി, നമുക്ക് പോകാം. നിന്നെ സന്തോഷിപ്പിക്കാന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമല്ലേ മോളെ? ഹായ് ഗംഗ. ഹലോ, ഞാനിപ്പോൾ വരാം. അല്ല, Who's that? എൻ്റെ അമ്മാവനാണ്, അഡ്വക്കേറ്റ് വെങ്കിട്ടരാമയ്യ. അപ്പോ ഇദ്ദേഹമാണ് സംരക്ഷകൻ അല്ലേ? യെസ്. ആ, പരിചയപ്പെടുന്നോ? ആവാം, എനിക്ക് വിരോധമില്ല. വേണ്ട, ഇപ്പം വേണ്ട. ഇപ്പം നിങ്ങൾ ആരെന്നറിയാതെ പുള്ളി അനുഭവിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് ധാരാളം. മിസ്റ്റർ വെങ്കട്ടരാമൻ പ്രതികരിക്കില്ലേ? വേണമല്ലോ. ജീവിതം എനിക്കിപ്പോൾ രസമായി തുടങ്ങി ഒരർത്ഥത്തിൽ. ചിലർക്കെങ്കിലും അസ്വസ്ഥതയുണ്ടാകുന്നു, ചിലർ വേദനിക്കുന്നു. കൊള്ളാം. വേദനിപ്പിക്കേണ്ടവരെ വെറുതെ വിടുന്നു, സ്നേഹിക്കേണ്ടവരെ വേദനിപ്പിക്കുന്നു. എന്നോടല്ലേ വിരോധം മുഴുവൻ തോന്നേണ്ടത്? നിങ്ങളോട് വിരോധമില്ലെന്ന് ആര് പറഞ്ഞു? എന്റെ ഇതുവരെയുള്ള ജീവിതം ഞാൻ എടുത്തൊരു പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മേശപ്പുറത്ത് വെച്ചാൽ നിങ്ങൾ ഒരു ആക്സിഡന്റിന് കാരണക്കാരനായിരിക്കും. പക്ഷേ മറ്റുള്ളവർ ആ ആക്സിഡന്റിൽ എനിക്ക് പറ്റിയ മുറിവിൽ കുത്തി രസിച്ചവരാണ്.